ഒരു പാർട്ട് 2 ആണ്. 6ാമത്തെ ശ്ലോകം. സ്തോത്രം ജമന്ത്രമപി നാരദതോഥ ലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനുദേ തപസ്യന് വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യകുണ്ഠമതിരന്വഭജദ്ഭവന്തം. സ്തോത്രം ച മന്ത്രം അപി മന്ത്രമപി നാരദഃ അതഃ അഥ നാരദത്ത അഥ അതാണ് നാരദത്തോഥ ആയി മാറിയത്. ലബ്ധ്വാ തോഷായ ശേഷവപുഷഃ നനു തേ തപസ്യന് വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലബ്ധ്വാ അപി അകുണ്ഠം അതിരന്വഭജത് ഭവന്തം. അതിഹി അന്വഭജത് ഭവന്തം. അപ്പോൾ ഒന്നിച്ച് പറയുമ്പോൾ ലബ്ധ്വാപ്യകുണ്ഠമതിരന്വഭജത് ഭവന്തം. അപ്പം ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. സ്തോത്രം എന്ന് പറഞ്ഞാൽ സ്തുതികൾ. 7 ശ്ലോകങ്ങളുണ്ട്. മന്ത്രവും സ്തുതിയും ഒക്കെ കൊണ്ട് ഭാഗവതത്തിൽ നാരദൻ ഉപദേശിച്ച ഒരു മന്ത്രമുണ്ട്. സംഘർഷണമൂർത്തിയെ എങ്ങനെ ഇപ്പം ശേഷവപുഷ് എന്ന് പറഞ്ഞു. അപ്പോൾ ആദിശേഷ സ്വരൂപമായിരിക്കുന്ന ആ ഭഗവാനെ ഭജിക്കാനായിക്കൊണ്ട് മന്ത്രങ്ങളും സ്തുതികളും. അപ്പം മന്ത്രം നാരദൻ ഉപദേശിച്ചു കൊടുത്തു. മന്ത്രവും സ്തുതികളും തന്നെ സ്തുതിച്ചു സംഘർഷണമൂർത്തിയെ ചിത്രകേതു. അപ്പോൾ അതിൻ്റെ ഇതുണ്ട്. ആ സ്തോത്രം മന്ത്രവും സ്തോത്രവും 6ാം സ്കന്ധത്തിൽ 16ാമത്തെ അധ്യായത്തിൽ ഉണ്ട്. അപ്പോൾ നാരദനിൽ നിന്നും ഈ സ്തോത്രവും മന്ത്രവും എല്ലാം കിട്ടിയിട്ട് ലഭിച്ചിട്ട് തോഷായ ശേഷവപുഷ്. വപുസ് എന്ന് പറഞ്ഞാൽ ശരീരം, തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം, ശേഷൻ എന്ന് പറഞ്ഞാൽ ആദിശേഷൻ. അപ്പോൾ സംഘർഷണമൂർത്തി എന്നർത്ഥം ശേഷവപുഷ് എന്ന് പറഞ്ഞാൽ. ശേഷൻ്റെ വപുസോട് കൂടിയവൻ ശേഷവപുസ്. അപ്പോൾ ആദിശേഷ സ്വരൂപനായ ഭഗവാനെ നനുദേ തപസ്യന് തപസ് ചെയ്തു. എന്നിട്ടോ വിദ്യാധരാധിപതിതാം വിദ്യാധരൻ ഗന്ധർവൻ. അപ്പോൾ ഗന്ധർവന്മാരുടെ നായകനായി ഭവിച്ചു. സപ്തരാത്രി 7 ദിവസം കൊണ്ട് 7 രാത്രി കൊണ്ട്, അതായത് 7 രാത്രി തപസ് ചെയ്തപ്പോൾ ഈ മന്ത്രവും സ്തോത്രങ്ങളും കൊണ്ട് സ്തുതിച്ച് സംഘർഷണമൂർത്തിയെ തപസ് ചെയ്തപ്പോൾ ലബ്ധ്വാപ്യകുണ്ഠമതിരന്വഭജദ്ഭവന്തം. ആ ഭഗവാനെ ലഭിച്ചു. അത് അകുണ്ഠം, ഒരു കുണ്ഠതയുമില്ലാതെ, അതായത് മടുപ്പില്ലാതെ ഭഗവാനെ തന്നെ ഭജിച്ചു കൊണ്ടിരുന്നു എന്നർത്ഥം. അധ്യാത്മ ജ്ഞാനം കൊടുത്തു നാരദ മഹർഷി. അപ്പോൾ തന്നെ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ആ സ്തുതിയെല്ലാം കൊണ്ട് സംഘർഷണമൂർത്തിയെ മന്ത്രം കൊണ്ടും സ്തുതി കൊണ്ടും ഭജിച്ചു. സംഘർഷണമൂർത്തി പ്രത്യക്ഷപ്പെട്ടു. വേണ്ടതൊക്കെ കൊടുക്കുന്നു അടുത്ത ശ്ലോകത്തിൽ. അപ്പം സ്തോത്രം ജമന്ത്രമപി നാരദതോഥ ലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനുദേ തപസ്യന് വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യകുണ്ഠമതിരന്വഭജദ്ഭവന്തം. അനന്തരം നാരദ മഹർഷിയിൽ നിന്നും ഭഗവതുപാസന ക്രമങ്ങൾ ഗ്രഹിച്ച ചിത്രകേതു മഹാരാജാവ് സ്തോത്രങ്ങളാലും മന്ത്രങ്ങളാലും ആദിശേഷമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ അതികഠിനമായി തപസ് ചെയ്തു. അദ്ദേഹം അങ്ങയുടെ അനുഗ്രഹത്താൽ 7 ദിവസം കൊണ്ട് ഒരു ഗന്ധർവനായി മാറി. തുടർന്നും അദ്ദേഹം അങ്ങയെ തന്നെ ഭജിച്ചു കൊണ്ടേയിരുന്നു എന്ന 6ാമത്തെ ശ്ലോകം. 7ാമത്തെ ശ്ലോകത്തിൽ തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്നചിരതോനുതി പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദതാഥ. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്
അചിരതഃ നുതിഭിः പ്രസന്നഃ ദത്വാ ആത്മതത്വം അനുഗ്രഹ്യ തിരോദധാഥ. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന. സഹസ്രശീർഷ്ണാരൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്നചിരതോനുതിഭി പ്രസന്നഃ ദത്വാത്മതത്വം അനുഗ്രഹ്യ തിരോദധാഥ. ഇനി അർത്ഥം നോക്കാം. തസ്മൈ അവനായിക്കൊണ്ട്, ആർക്ക്? ചിത്രകേതുവിനായിക്കൊണ്ട്, മൃണാളധവളേന സഹസ്രശീർഷ്ണ, സഹസ്രശീർഷ്ണം സഹസ്രം 1000, ശീർഷ്ണം ശിരസുകൾ, 1000 തലയുള്ളവൻ. ആരാത്? ആദിശേഷൻ. ആദിശേഷൻ മൃണാളധവളേന, മൃണാളം എന്ന് പറഞ്ഞാൽ താമര. അപ്പം മൃണാളധവളേന എന്ന് പറഞ്ഞാൽ താമര കിഴങ്ങിൻ്റെ വെളുത്ത കളറോട്, ധവളം വെളുപ്പാണ്. അപ്പോൾ താമര കിഴങ്ങ് പോലെ വെളുത്ത എന്നും, അല്ലെങ്കിൽ താമര വേര് പോലെ അത് വെളുത്തത് അതുപോലെയും, അല്ലെങ്കിൽ താമര തണ്ട് പോലെയെന്നും എടുക്കാം. അതായത് താമരയുടെ വള്ളി പോലെയാണല്ലോ പാമ്പിൻ്റെ ആകൃതി, അതുകൊണ്ട് ആ ആകൃതിയെയും ആകാം. ഇവിടെ നമുക്ക് താമരക്കിഴങ്ങിൻ്റെ കളർ എടുക്കാം. താമരക്കിഴങ്ങിൻ്റെ കളറോട് കൂടിയവനായ, 1000 തലയുള്ളവനായ, ആദിശേഷ രൂപം ധരിച്ചവനായ, കൂടാതെ ബദ്ധനുതി സിദ്ധഗണാവൃതേന. നുതി, നുതി എന്ന് പറഞ്ഞാൽ സ്തുതികൾ. സിദ്ധഗണാവൃതം, സിദ്ധന്മാരാൽ ചുറ്റപ്പെട്ടവൻ, സിദ്ധഗണങ്ങളാൽ ചുറ്റപ്പെട്ടവൻ, സ്തുതികളൊക്കെ ചൊല്ലുന്ന സിദ്ധഗണങ്ങളാൽ ചുറ്റപ്പെട്ടവനായി, ഗണ ആവൃതേന, ആവൃതം ചുറ്റപ്പെട്ടവനായും. പിന്നെയോ പ്രാദുർഭവന് അചിരതോ നുതിഭിഹി പ്രസന്നഃ. അപ്പം ഈ സ്തുതികളാലെല്ലാം പ്രസന്നനായി, പ്രാദുർഭവൻ അചിരത, അവൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രാദുർഭവൻ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ ആദിശേഷമൂർത്തി. ആദിശേഷ രൂപത്തിൽ 1000 തലകളോടുകൂടി താമര കിഴങ്ങ് പോലെ വെളുത്ത പ്രസന്നനായ, ഈ സ്തുതികളെല്ലാം പ്രസന്നനായ ആ സംഘർഷണമൂർത്തി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രാദുർഭവൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടോ ദത്വ ആത്മതത്വം അനുഗ്രഹി, ആത്മതത്വത്തെ ഉപദേശിച്ചു കൊടുത്തു. അനുഗ്രഹിച്ചിട്ട് തിരോദധാഥ, അപ്രത്യക്ഷനായി. അപ്പോൾ ഈ താമരക്കിഴങ്ങ് പോലെ വെളുത്ത കളറോട് കൂടിയവനും 1000 തലയുള്ള ആദിശേഷ രൂപം ധരിച്ചവനും, ഗന്ധർവ നായകന്മാരാൽ അല്ലെങ്കിൽ ബദ്ധനുതി സിദ്ധഗണങ്ങളാൽ ആവൃതനായിട്ടും സ്തുതികളാൽ പ്രസന്നനായി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിച്ചു, പ്രത്യക്ഷപ്പെട്ടു. പ്രാദുർഭവന് പ്രത്യക്ഷപ്പെട്ടു. ദത്വ ആത്മതത്വനെ, ആത്മതത്വത്തെ ഉപദേശിച്ചു കൊടുത്ത് അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി എന്ന് അർത്ഥം. ഇനി തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണോ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്നചിരതോ നുതിഭി പ്രസന്നോ. പ്രസന്നഹാന്നും പ്രസന്നോ എന്ന് പറയുന്നത് ശരി, തെറ്റൊന്നുമില്ല. ദത്വാത്മതത്വം അനുഗ്രഹ്യ തിരോദധാഥ. ചിത്രകേതു മഹാരാജാവ് അപ്രകാരം ഭഗവത് ഭജനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താമരക്കിഴങ്ങിൻ്റെ ഇതുപോലെ ശുക്ലവർണ്ണത്തോടും 1000 തലകളോടും മന്ത്രോച്ചാരണങ്ങളോടെ ചുറ്റും നിൽക്കുന്ന സിദ്ധന്മാരോടും കൂടി ആദിശേഷരൂപിയായ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി. അദ്ദേഹത്തിൻ്റെ ആരാധനയിൽ പ്രസന്നനായി ഭവിച്ച അങ്ങ് ആത്മതത്വങ്ങൾ ഉപദേശിച്ചിട്ട് അനുഗ്രഹങ്ങൾ നൽകി അവിടെ നിന്നും തിരോധാനം ചെയ്തു എന്ന് അർത്ഥം. ഇനി 3 ശ്ലോകങ്ങളും ഒന്നും കൂടി വായിച്ച് അർത്ഥം പറയാം. തം നാരദസ്തു സമമംഗിരസാദയാലുഹു
തം നാരദസ്തു എന്നേ ഉള്ളൂ. നാരദഹ തൂ ആണ് നാരദസ്തു. തം നാരദസ്തു സമമങ്കിരസാദയാലു സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാവിമോഹം ത്യക്ത്വാ ത്വദർച്ചന വിധൗ നപതിം നിയുങ്ത. ദയാശീലരായ നാരദ മഹർഷിയും രാജാവിന് പുത്ര സൗഭാഗ്യാർത്ഥം യാഗം നടത്തിയ അങ്കിരസു മഹർഷിയും കൂടി ദുഃഖിതനായ ചിത്രകേതുവിനെ സമീപിച്ച് കുട്ടിയുടെ ജീവനെ കാണിച്ചു കൊടുത്തു. സ്വന്തം മാതാപിതാക്കളോടൊത്ത് കഴിഞ്ഞുകൂടുവാനായി അങ്കിരസു മഹർഷി ആ ജീവനോട് പറഞ്ഞു. അപ്പോൾ തനിക്ക് പല മാതാപിതാക്കളുണ്ടെന്നും അവരിൽ ആരുടെ കൂടെയാണ് വസിക്കേണ്ടതെന്നും ആത്മാവ് ചോദിച്ചു. അത് കേട്ട് മായാമോഹം ഉപേക്ഷിച്ച രാജദമ്പതിമാർക്ക് മഹർഷിമാർ അധ്യാത്മജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു. 6ാമത്തെ ശ്ലോകം. സ്തോത്രം ച മന്ത്രമപി നാരതോ തലപ്ത്വാ തോഷായ ശേഷവപുഷോ നനുദേ തപസ്യന് വിദ്യാധരാധിപതിതാ സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യകുണ്ഠമതിരന്വഭജദ്ഭവന്തം. അനന്തരം നാരദ മഹർഷിയിൽ നിന്നും ഭഗവതുപാസനാക്രമങ്ങൾ ഗ്രഹിച്ച ചിത്രകേതു മഹാരാജാവ് സ്തോത്രമന്ത്രങ്ങളാൽ ആദിശേഷമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ അതികഠിനമായി തപസ് ചെയ്തു. അദ്ദേഹം അങ്ങയുടെ അനുഗ്രഹത്താൽ 7 ദിവസം കൊണ്ട് സപ്തരാത്രി 7 രാത്രി കൊണ്ട് ഒരു ഗന്ധർവനായി മാറി. തുടർന്നും അദ്ദേഹം അങ്ങനെ തന്നെ ഭജിച്ചുകൊണ്ടേയിരുന്നു. 7ാമത്തെ ശ്ലോകം. തസ്മൈ മൃണാളധവളേന സഹസ്രശീഷ്ണോ രൂപേണ ബദ്ധനുതിസിദ്ധഗണാവൃതേന പ്രാദുർഭവന്നചിരതോനുതിപി പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദതാഥ. ചിത്രകേതു മഹാരാജാവ് അപ്രകാരം ഭഗവത് ഭജനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താമരക്കിഴങ്ങിൻ്റെ ഇതുപോലെ അത് കട്ട് ചെയ്യുമ്പോൾ താമരക്കിഴങ്ങ് കാണുമ്പോൾ കറുത്തായിരിക്കുന്നത്, പുറത്തൊരു തോടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ അകത്ത് നല്ല വെള്ള കളറാണ്. അതാ താമരക്കിഴങ്ങിൻ്റെ ഇത്. അപ്പോൾ വെളുത്ത വർണ്ണത്തോടും 1000 തലകളോടും മന്ത്രോച്ചാരണങ്ങളോടെ ചുറ്റും നിൽക്കുന്ന സിദ്ധഗണന്മാരോടും കൂടി ആദിശേഷരൂപിയായ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി. അദ്ദേഹത്തിൻ്റെ ആരാധനയിൽ പ്രസന്നനായി ഭവിച്ച അങ്ങ് ആത്മതത്വങ്ങൾ ഉപദേശിച്ചിട്ട് അനുഗ്രഹങ്ങൾ നൽകി അവിടെ നിന്നും അപ്രത്യക്ഷനായി. ഇനി അടുത്ത് ആ 3 ശ്ലോകങ്ങൾ ഒരു പ്രാവശ്യം കൂടി വായിക്കാം. തം നാരദസ്തു സമ അങ്കിരസാദയാലുഃ സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാവിമോഹം ത്യക്ത്വാ ത്വദർച്ചന വിധൗ നപതിം നിയുങ്ത. സ്തോത്രം ച മന്ത്രമപി നാരദതോത ലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനുദേ തപസ്യന് വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യകുണ്ഠമതിരന്വഭജദ്ഭവന്തം. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതസിദ്ധഗണാവൃതേന പ്രാദുർഭവന്നചിരതോനുതിപി പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദതാഥ. ഹരിയും ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരിയും നാരായണ സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് പാർട്ട് 2.